അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിമേ അസ്ലിം, നീ മുസ്ലിമാവുക. നമ്മൾ മുസ്ലിമായതുപോലെയല്ല. സമ്പൂർണമായി നിന്റെ ജീവിതം മുഴുവനും റഹ്മാനായ റബ്ബിന് വേണ്ടി, നിന്റെ നാഥന് വേണ്ടി സമർപ്പിക്കൂ ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അസ്ലംതു, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു റബ്ബേ ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച നാഥ, നിനക്ക് മുന്നിൽ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു. അതാണ് മുസ്ലിം. അതാണ് ഇവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ എന്ന് പറഞ്ഞാൽ അറുക്കാൻ വാപ്പയും അതിന് കിടന്നു കൊടുക്കാൻ മകനും ഒരുക്കമാണെന്ന് കണ്ടപ്പോ ഖദ് സദ്ദഖ്ത റുഅയ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീ വിജയിച്ചടാ. ഹജ്ജ് പെരുന്നാൾ ഇനിയിപ്പോ 1-2 ആഴ്ചയേ ഉള്ളൂ. നമ്മൾ ഹജ്ജ് പെരുന്നാൾ എന്ന് പറയും അല്ലേ? ഹജ്ജുമായി ബന്ധപ്പെട്ട പെരുന്നാളാണ് ഹജ്ജ്, അല്ലെങ്കിൽ ഹജ്ജ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ, കേൾക്കുമ്പോൾ, ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയും ഒക്കെയാണ്. അവരുടെ ഉജ്ജ്വലമായ, ത്യാഗോജ്വലമായ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് നമുക്ക് ഹജ്ജ് പെരുന്നാൾ. അപ്പോൾ ഈ സന്ദർഭത്തിൽ നാം പ്രധാനമായും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുകയും ഇബ്രാഹിം അലൈഹിസ്സലാമും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലും വളരെ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരിടത്തല്ല പല സ്ഥലങ്ങളിലായി പറഞ്ഞതാണ്, നിങ്ങൾ ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ പിൻപറ്റണം. മില്ലത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാതൃക. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിനെ, വത്തബിഉ മില്ലത്ത ഇബ്രാഹിം, നമ്മൾ ഒരുപാട് കേട്ടതാണ്. നിങ്ങൾ ഇബ്രാഹീമിൻ്റെ അലൈഹിസ്സലാം മില്ലത്തിനെ പിൻപറ്റണം. ഇപ്പം ഇബ്രാഹിം അലൈഹിസ്സലാം നടന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് സത്യവിശ്വാസികളായ നാം എല്ലാവരും. ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് എല്ലാ മനുഷ്യരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഹൈന്ദവരും ക്രൈസ്തവരും ജൂതന്മാരും സെമിറ്റിക് മതങ്ങൾക്കപ്പുറം ലോകത്തെ സകല മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കുന്ന മനുഷ്യരുടെ പിതാവാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനായിരുന്നോ? അല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ക്രിസ്ത്യാനിയായിരുന്നോ? ഒരിക്കലും ആയിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ബഹുദൈവ വിശ്വാസിയായിരുന്നോ? അല്ലേ അല്ല. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരായിരുന്നു? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഖുതുബ ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ളതാണ്, കേൾക്കാനുള്ളതല്ല, ശ്രദ്ധിക്കാനുള്ളതാണ്. ഇതൊരു സാധാരണ പ്രസംഗമല്ല. ഇതിന് ചില ഷർത്തുകളും ഫർളുകളും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഉണ്ട്. അതുകൊണ്ട് സാഗൂതം ശ്രവിക്കണേ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ, ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയല്ല, ജൂതനല്ല. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷമാണ് യഹൂദ മതം ലോകത്ത് ഉടലെടുത്തത്. പിന്നെങ്ങനെ അതിനു മുമ്പുള്ള ഇബ്രാഹിം നബി ഒരു ജൂതനാകും? വലാ നസ്രാനിയ, ഇബ്രാഹിം അലൈഹിസ്സലാം ക്രിസ്ത്യാനിയുമല്ല, നസ്രാണിയല്ല. എന്താ കാരണം? ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പ് ജീവിച്ച ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതം ഉടലെടുക്കുന്നതിന് മുമ്പ് ജീവിച്ച മഹാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെ അങ്ങനെ അദ്ദേഹം ക്രിസ്ത്യാനിയാകും? വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കലും ശിർക്കിനെ സപ്പോർട്ട് ചെയ്ത ആളല്ല, മുശ്രിക്കുകളിൽപ്പെട്ട ആളല്ല. ബഹുദൈവ വിശ്വാസത്തെ, ബഹുദൈവ ആരാധനയെ ഒരു നിലക്കും അംഗീകരിച്ച പ്രവാചകനല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം. വരും ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം.
വിഗ്രഹങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയ, ബഹുദൈവ വിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതിയ വ്യക്തിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ പോലും പേരിൽ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങൾ കഅബക്കകത്തുണ്ടായിരുന്നു എന്നതാണ് വിരോധാഭാസം. പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ആരായിരുന്നു? വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ഹനീഫ് ആയിട്ടുള്ള മുസ്ലിമായിരുന്നു. ഹനീഫൻ മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷമല്ലേ ഇസ്ലാം ഉണ്ടായത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം വന്ന ജൂതമതമായതുകൊണ്ട് ഇബ്രാഹിം നബി ജൂതനല്ല എന്നും, അതിനുശേഷം വന്ന മതമാണ് ക്രിസ്ത്യാനിറ്റി എന്നതുകൊണ്ട് ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയല്ല എന്നും പറയാമെങ്കിൽ അതിനുശേഷം വന്ന മതമല്ലേ ഇസ്ലാം? അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി ഒരു മുസ്ലിമാണ് എന്നങ്ങനെ പറയാൻ സാധിക്കും? അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്ന ചോദ്യമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കേവല മതമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് തുടങ്ങിയത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. അതിൻ്റെ തുടക്കം ആദം നബി മുതലാണ്. ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പ്രതിനിധാനം ചെയ്ത സമ്പൂർണവും സമഗ്രവുമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാമിലെ അവസാന കണ്ണി, ആ ഇസ്ലാമിൽ കടന്നു വന്ന പ്രവാചകന്മാരിലെ അവസാന കണ്ണി മാത്രമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കറകളഞ്ഞ ഒരു മുസ്ലിമായിരുന്നു. എന്തേ ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ? നമ്മളും പറയുന്നുണ്ടല്ലോ 5 നേരം നിസ്കാരത്തില് വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള. നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയ ശേഷം എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ഇണയും എൻ്റെ കുട്ടികളും എൻ്റെ സമ്പത്തും എല്ലാം എനിക്ക് ചെറുതാണ്. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ചൊല്ലുന്ന പ്രതിജ്ഞ എന്താണ്? അതാണ് വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള. അല്ലാഹുവേ, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥ, നിന്നിലേക്ക് ദാ ഞാൻ എൻ്റെ ശിരസിനെ, എൻ്റെ മുഖത്തെ, എൻ്റെ ശരീരത്തെ സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു അല്ലാഹ് എന്ന് പറയുക മാത്രമല്ല, ഒന്നുകൂടെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഹനീഫൻ മുസ്ലിമൻ, ഞാനൊരു സമ്പൂർണനായ മുസ്ലിമാണ് റബ്ബേ. ഹനീഫൻ മുസ്ലിമൻ. ഇതാരാ പറയുന്നത്? ഓരോ ദിവസവും 5 നേരം നാം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലിൽ ഒരു ദിവസം 5 നേരം. അപ്പോൾ ഒരു കൊല്ലത്തിൽ എത്ര തവണ? ഒന്ന് ഗുണിച്ചു നോക്കുക, ഒന്ന് ഇൻറ്റു ചെയ്യുക. ഒരു കൊല്ലത്തിൽ എത്ര തവണയാണ് റബ്ബേ ഹനീഫൻ മുസ്ലിമൻ, ഞാനൊരു ഹനീഫൻ മുസ്ലിമാണ് എന്ന് ഞാനും നിങ്ങളും പറയുന്നത്? ഹനീഫ് എന്നതിന് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ നമ്മൾ പറയുന്നത്? ഹനീഫ്, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിശേഷിപ്പിച്ചൊരു വാക്കാണ് ഹനീഫ് എന്ന്. കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ഒരു ഹനീഫ് ആയിട്ടുള്ള മുസ്ലിമായിരുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ വാക്കാണ് നമ്മളും പറയുന്നത്. ഞാനും ഹനീഫ് മുസ്ലിം തന്നെയാണ്. ഹനീഫ് എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനം, താരീഫ്, ഡെഫിനിഷൻ ഇങ്ങനെയാണ്: മാഇലൻ മിനൽ അദിയാനി കുല്ലിഹാ ഇലാ ദീനിൽ ഇസ്ലാം. അതാണ് ഹനീഫ് എന്നതിൻ്റെ അർത്ഥം. മാഇലൻ മിനൽ അദിയാനി കുല്ലിഹാ, എല്ലാ ദീനുകളിൽ നിന്നും വിമുക്തനാകണം, മാറി നിൽക്കണം, ഒഴിവാകണം. എല്ലാ ദീനെന്ന് പറയുമ്പോൾ എല്ലാ ദീന് കുറേ ഉണ്ടോ? നമ്മളൊക്കെ ഒരു ദീനല്ലേ കേട്ടിട്ടുള്ളൂ. ദീന് ഒന്നൊന്നുമല്ല പ്രിയമുള്ളവരെ, നമുക്ക് മുന്നിൽ ധാരാളം ദീനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ലക്കും ദീനുക്കും, വലിയ ദീനെങ്കിലും നമ്മൾ പറയാറില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ദീനും എനിക്ക് എൻ്റെ ദീനും, അപ്പൊ തന്നെ മിനിമം 2 ദീനായില്ലേ? നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, വലിയ ദീനി എനിക്ക് എൻ്റെ ദീൻ, അപ്പൊ തന്നെ 2 ദീനായില്ലേ? മിനൽ അദിയാനി കുല്ലിഹ. ഇസ്ലാം വന്നതിനെ സംബന്ധിച്ച് പ്രവാചകന്മാര് പ്രബോധനം ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു
ലിയുളിഹിറഹു അല ദീനി കുല്ലി, എല്ലാ ദീനുകൾക്ക് മുകളിലും ഈ ദീൻ വരാൻ വേണ്ടി. അപ്പോൾ ഏതാ എല്ലാ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് ഹിന്ദുയിസം ഒരു ദീനാണ്, ക്രിസ്ത്യാനിറ്റി ഒരു ദീനാണ്, ജൂതായിസം ഒരു ദീനാണ്, കമ്മ്യൂണിസം മറ്റൊരു ദീനാണ്, അതും ദീനാണ്. കമ്മ്യൂണിസം അത് മനുഷ്യ നിർമ്മിതമാണെങ്കിൽ പോലും കൃത്യമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി ഇടപെടുന്ന ഒരു പ്രത്യയ ശാസ്ത്രം എന്ന നിലക്ക് അതിന് അറബിയിൽ പറയാവുന്നത് ദീൻ എന്നാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മാത്രമൊന്നുമല്ല, പക്ഷെ ഹക്കായ ദീൻ. ലിയുളിഹിറഹു അല ദീനി കുല്ലി അൽ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. എന്തിനാ റസൂലിനെ അല്ലാഹു തആല അയച്ചത്? അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. ഹഖ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി, ഒറിജിനൽ ഹഖ്, യഥാർത്ഥ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ വിഭാവന ചെയ്ത ദീനാണ്. ഒരു ദീനേ ഉള്ളൂ, യഥാർത്ഥ ദീൻ, ദീനുൽ ഹഖ്. മറ്റെല്ലാ ദീനുകളും ആളുകൾ കൈകടത്തുകയോ മനുഷ്യർ കെട്ടിയുണ്ടാക്കുകയോ ചെയ്ത ദീനാണ്. അപ്പോൾ ഹനീഫ് എന്ന് പറഞ്ഞാൽ മിനൽ അദിയാനി കുല്ലിഹ, എല്ലാ ദീനിൽ നിന്നും മാറി നിന്നവനാണ്. ഇലാ ദീനിൽ ഇസ്ലാം, എന്നിട്ട് ഇസ്ലാം ദീനിനെ മാത്രം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സമ്പൂർണമായി അംഗീകരിക്കുന്നവരാണ് ഹനീഫ്. അതിനെ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പറയാൻ പോവുകയാണിപ്പോ, എത്രത്തോളം ഞാൻ ഹനീഫാണെന്നറിയുമോ റബ്ബേ? റബ്ബിനോടാ പറയുന്നത്. ഞാൻ വെറും മുസ്ലിം അല്ല, ഞാൻ പകുതി ഇസ്ലാം സ്വീകരിച്ച ആളല്ല. എത്രത്തോളം? ഇന്ന സ്വലാത്തി, എൻ്റെ ഈ നിസ്കാരം, ഞാൻ നിർവഹിക്കുന്ന എൻ്റെ സ്വലാത്തി, എൻ്റെ നിസ്കാരം, വനുസുക്കി, എൻ്റെ ബലി കർമ്മമടക്കമുള്ള മറ്റെല്ലാ അമലുകളും, വമഹ്യായ, എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവേ നിനക്കാണ്. ഇത് പറഞ്ഞിട്ടാണ് നിസ്കാരം ആരംഭിക്കുന്നത്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്കാണ് വമഹ്യായ, എൻ്റെ ജീവിതം. മരണം എന്ന് പറയുമ്പോൾ മരണത്തോടു കൂടി അവസാനിക്കുകയാണ്. മരണം ദുനിയാവിൽ നിന്ന് പോകും. നിസ്കാരം മറ്റു കർമ്മങ്ങൾ നമുക്ക് മനസ്സിലാവും അള്ളാഹ്ക്ക് തന്നെയാണ്. ജീവിതമോ? എൻ്റെ നടത്തം എൻ്റെ ജീവിതത്തിൽ പെട്ടതല്ലേ? നടത്തം അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണം. എൻ്റെ ഇരുത്തം എൻ്റെ ജീവിതത്തിൽ പെട്ടതല്ലേ? ഇരുത്തം അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണം. ഞാൻ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഞാൻ ഇടപെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എൻ്റെ സാമൂഹിക ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എൻ്റെ സാമ്പത്തിക ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എൻ്റെ കുടുംബജീവിതം റബ്ബിൻ്റെ മാർഗത്തിൽ, എൻ്റെ പാരിസ്ഥിതിക ഇടപെടലുകൾ റബ്ബിൻ്റെ മാർഗത്തിൽ, എൻ്റെ രാഷ്ട്രീയ ജീവിതം റബ്ബിൻ്റെ മാർഗത്തിൽ. എന്താ മാറ്റി നിർത്താൻ കഴിയുക? ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞൊരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അല്ലാഹു തആല പരീക്ഷിച്ചു. ഇബ്രാഹിം ഈ വലിയൊരു പുരുഷനായില്ലേ, യുഗപുരുഷൻ, ലോക ജനതയുടെ നായകനായത് എങ്ങനെയാണ്? അണ്ട് മോളിൽ നിന്ന് കെട്ടിയിറങ്ങിയൊന്നുമല്ല, ഒരു സുപ്രഭാതത്തിൽ നേതാവായി ഇറക്കപ്പെട്ടതൊന്നുമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു, നിരന്തരമായി പരീക്ഷിച്ചു. ഇദ്ബിത്തലാ ഇബ്രാഹീമ റബ്ബു, ഇബ്രാഹിമിന്റെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണേ. ബികലിമാത്തിൻ, ചില കൽപ്പനകളാൽ. നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ? എന്നാൽ അല്ലാഹു തആല ഒരു കാര്യങ്ങൾ പറഞ്ഞു നോക്ക്, അത് ഇന്നെ കൊണ്ടാകൂല ഉസ്താദെ, സംഗതി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, അതുകൊണ്ട് പറ്റൂല. പറ്റുമോ? അള്ളാഹ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ഒരുക്കമാണോ? അങ്ങനെ ഒരുക്കമാകുമ്പോഴാണ് ഹനീഫൻ മുസ്ലിമൻ, കറകളഞ്ഞ മുസ്ലിം, കലർപ്പില്ലാത്ത മുസ്ലിം, നിഷ്കപടനായ മുസ്ലിമായി മാറുകയുള്ളൂ. എല്ലാ രംഗത്തും. സാമ്പത്തിക രംഗത്ത് അതിൽ കമ്മ്യൂണിസമാണ് നല്ലത്. കമ്മ്യൂണിസത്തിൻ്റെതായ തലങ്ങളുണ്ട്. അത് അംഗീകരിക്കാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിന് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും നമുക്ക് നിഷേധിക്കേണ്ടതില്ല. പക്ഷെ രണ്ട് തോണിയിൽ കാലിടാൻ പറ്റൂല. ആ വഴി വേണോ? സ്വീകരിച്ചോളൂ. ഈ വഴിയിൽ ഹക്കിന്റെ വഴിയിൽ വരണോ? ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഇമ്മാ ഷാക്കിറൻ, ഒന്നുകിൽ നിനക്ക് നന്ദിയുള്ള വഴി സ്വീകരിച്ച് നന്ദിയുള്ളവനായി മാറാം. ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദികേടിന്റെ വഴിയും സ്വീകരിക്കാൻ. അതൊക്കെ നിന്റെ ഇഷ്ടം.
പടച്ചോൻ പറഞ്ഞതാ. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളങ്ങനെ പിടിച്ചു കൊടഞ്ഞു. ഒന്ന് രണ്ടൊന്നുമല്ല, നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് നോക്ക്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെറുപ്പം മുതലേ വളർന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. അവസാനം വാപ്പയുമായി ആദർശത്തിന്റെ പേരിൽ തെറ്റിപ്പിരിയേണ്ടി വന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്. സ്വന്തം വാപ്പയുമായിട്ട്, വേറെ ഒരു വിഷയമില്ല, വാപ്പയുമായിട്ട് സ്വന്തം പിതാവുമായി ആദർശത്തിന്റെ പേരിൽ പിരിയേണ്ടി വന്നു. ഒന്ന്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വാപ്പാനെ പിരിയേണ്ടി വന്നത് മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു, നാട് വിടേണ്ടി വന്നു. ജീവിതത്തിൽ വന്നു നോക്കണം പരീക്ഷണങ്ങള്. അതും കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖലീൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ ഇന്ന് വേണമെങ്കിൽ ചങ്ക് ബ്രോ എന്നൊക്കെ പറയാ, പുതിയ കുട്ടികളുടെ ഭാഷയിൽ. അള്ളാഹുവിന്റെ ഉറ്റമിത്രം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു തആല വർഷങ്ങളോളം വാർദ്ധക്യത്തിന്റെ അവശതയിൽ എത്തുന്നത് വരെ കുട്ടിയെ കൊടുത്തില്ല. മക്കളില്ലാതെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാം മുൻകഴിഞ്ഞു പോയ നൂഹ് നബിയോടോ ആദം നബിയോടോ ഇദ്രീസ് നബിയോടോ പ്രാർത്ഥിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല. ആദം നബിയെ നിങ്ങളൊന്ന് എൻ്റെ കാര്യത്തിൽ ഇടപെടൂ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം ആദം നബിയുടെ ഖബറിൽ പോയിട്ട് യാചിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാം അല്ലാഹു തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ എന്ന പ്രാർത്ഥന നിരന്തരമായി നടത്തി. കാരണം ഇത് പരീക്ഷയാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കലല്ല, അല്ല തോൽപ്പിക്കില്ല. പക്ഷെ അല്ല ഇങ്ങനെ പരിശോധിക്കും, അവൻ ചെയ്യോ. കല്യാണത്തിന് ഒന്നും ഒത്തിട്ടില്ല, നാളെ മറ്റന്നാൾ ദിവസങ്ങളുണ്ട്. ഈമാനുള്ള മനുഷ്യന് ആ സമയമാകുമ്പോൾ എല്ലാം ഒക്കും. അപ്പോഴേക്ക് ഓടിയില്ലേ നമ്മൾ ലോൺ എടുക്കാൻ? അല്ല പറഞ്ഞ വഴിയെക്കുറിച്ചൊന്നും ആലോചിക്കാതെ വേഗം ചിന്തിക്കുക, ഹറാമായ വടികളാണ്. ഏതായാലും ഇബ്രാഹിം അലൈഹി സ്വലാമിന് ജീവിതത്തിൽ ഉടനീളം പരീക്ഷണം. അല്ല പറഞ്ഞതാ, ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ, പല കൽപ്പനകളാൽ പല വചനങ്ങളാൽ അല്ലാഹു തആല നാം ഇബ്രാഹിമിനെ പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, ആ പരീക്ഷയിലൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാം 100 മാർക്കാണ് വാങ്ങിയത്. എല്ലാ പരീക്ഷയിലും ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചു. എന്നിട്ടോ ഇനി മക്കളെ കിട്ടി. ആ ചോര പൈതൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മോന് ഇസ്മായിൽ അലൈഹിസ്സലാം, ആ ചോര പൈതലിനെയും മകനെയും ഒരു മനുഷ്യനില്ലാത്ത, ജനവാസമില്ലാത്ത, ജലമില്ലാത്ത, ഫലമില്ലാത്ത വിജനമായ ഒരു മരുഭൂമിയിൽ കൊണ്ടാക്കാൻ അല്ലാഹു തആല പിന്നെയും കൽപ്പിച്ചു. ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മളോടൊക്കെയാണ് അങ്ങനെ അതിന്റെ 10-1 പറയുന്നതെങ്കിൽ ഒരു മനുഷ്യനില്ല അന്ന്. ഇന്ന് നമ്മൾ പോകണം മക്കയിൽ, ഇന്നവിടെ ജനനിബിഡമാണ്, കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണല്ലോ മക്ക. അന്നത്തെ 4000 വർഷം മുമ്പുള്ള മക്ക ഒന്ന് കണ്ണിൽ കാണ്. ഒരു മനുഷ്യൻ അവിടെയില്ല. കാരണം എന്താ? വെള്ളമില്ല എന്നുള്ളതാണ്. വെള്ളമില്ല. വെള്ളമുള്ളിടത്തല്ലേ എന്തെങ്കിലും മനുഷ്യന്മാരുണ്ടാകുള്ളൂ, എന്തെങ്കിലും തൈകൾ മുളക്കുകയുള്ളൂ. അതുകൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന, വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യരൊന്നുമില്ല. പക്ഷെ അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. അള്ളാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഭാര്യയെയും മക്കളെയും അവിടെ കൊണ്ടാക്കണം. എന്നിട്ട് നീ അവരെ കൂടെ താമസിച്ചോന്നല്ല. എന്തൊരു പരീക്ഷണമാണ് പടച്ചോനെ. ആ ചോര പൈതലിനെയും ബസ് സ്റ്റോപ്പിലൊന്ന് നിർത്തുമ്പോഴേക്ക് നമുക്ക് സഹിക്കാൻ പറ്റോ? ബസ് കയറിയോ? ബസ് കിട്ടിയോ? സീറ്റ് കിട്ടിയോ? തിരക്കുണ്ടോ എന്നൊക്കെ 100 വട്ടം ചോദിക്കുന്ന നമ്മള് ഇബ്രാഹിം അലൈഹിസ്സലാം ചോര പൈതലിനെയും സ്വന്തം ഭാര്യയെയും മനുഷ്യർ താമസിക്കാത്ത ഇരുട്ടുമൂടിയ ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് നടന്നു പോവുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല. ഇലാഹിന യാ സയ്യിദി, ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ എങ്ങോട്ടാണ്? ഹാജറ ബീവി ചോദിക്കുക, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട്? ഉത്തരമില്ല, മറുപടിയില്ല. മറുപടി പറയാൻ റബ്ബിന്റെ കൽപ്പനയില്ല. 2ാമതും 3ാമതും ചോദിക്കുന്നു. നമ്മളെപ്പോലെയുള്ള പച്ചയായ മനുഷ്യന്മാരല്ലേ അവര്? അല്ലേ? അവർക്കും ഇല്ല വേദനകള്, സന്തോഷങ്ങള്, പ്രയാസങ്ങള്, കുടുംബം. ഹജറ ബീവി ചോദിക്കുക, ഇലാ ഐന യാ സയ്യിദി, അല്ലയോ ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ എങ്ങോട്ടാണ്? ഉത്തരമില്ലാതെ വന്നപ്പോൾ ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നഅം, അതെ. യെസ് എന്നൊരു മൂളല് മാത്രം. ഹജറ ബീവി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞങ്ങളെ റബ്ബ് നോക്കിക്കോളും എന്ന് പറഞ്ഞു പോയി.
എന്നിട്ട് കേട്ടിട്ടില്ലേ, ആ കയ്യിലുള്ള വെള്ളം തീർന്നു, ഭക്ഷണമില്ല, വെള്ളം കിട്ടാതെ ആ പൈതല് കിടന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം കിടന്ന് കരയുകയാണ്. ഹാജറ അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നറിയോ? തൊട്ടടുത്തുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറി, സഫ എന്ന കുന്ന്, ആ കുന്നിന്റെ മുകളിൽ കയറി. എന്തിനാ കുന്നിന്റെ മുകളിൽ കയറുന്നത്? കുറച്ച് മുകളിൽ കയറിന്നാല് അകലെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ കാണാൻ പറ്റും, എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ കാണാൻ പറ്റും. ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി ആ ഉമ്മ ചോര പൈതലിന്റെ ദാഹജലത്തിന് വേണ്ടി സഫാ കുന്നിന്റെ മുകളിലേക്കൊന്ന് ഓടി. ഒരു മനുഷ്യനുമില്ല, പക്ഷെ ഒരു ഉമ്മയുടെ ബേജാറ് അടങ്ങും അവിടെ. പിന്നെ ഓടി മർവയിലേക്ക്, പിന്നെയും സഫയില്, അപ്പോഴവിടെ ആളുണ്ടാവുന്ന കരുതി പിന്നെയും മർവയിലേക്ക്. അങ്ങനെ 7 വട്ടം ഒരു ഉമ്മ കുഞ്ഞിന് വേണ്ടിയ ഓടിയ ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഹജ്ജിലും ഉംറയിലും ഒക്കെ നമ്മൾ സഅയ് എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്യുന്നത്. ഹാജറ ബീവിയുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അയവിറക്കിക്കൊണ്ടുള്ള വലിയ ഒരു ആരാധനാ കർമ്മമാണ് ഇന്ന് നമുക്ക് സഅയ്. അപ്പോഴാണല്ലോ കുട്ടി തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുട്ടി കരഞ്ഞെടുത്ത് കിടന്നിട്ട് അവിടെ വെള്ളം ഇങ്ങനെ നിർഗളിക്കുക. ചരിത്രത്തിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, ജിബ്രീലിന്റെ ചിറക് കൊണ്ട് ആ നിലത്തൊന്ന് അടിച്ചു, അത് പൊട്ടി വെള്ളമൊഴുകാൻ തുടങ്ങി. വെള്ളമിങ്ങനെ പരന്നൊഴുകാൻ തുടങ്ങിയപ്പോ ഹാജറ ബീവി പറഞ്ഞു, സം സം, സ്റ്റോപ്പ് സ്റ്റോപ്പ്, മതി. ആ നിലക്കാത്ത പ്രവാഹം ഉണ്ടല്ലോ, അത് ഇപ്പോഴും അതിങ്ങനെ കോരിയെടുക്കുമ്പോൾ പിന്നെയും ഉറവയായി ലക്ഷോപലക്ഷം ജനങ്ങൾ, ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം, ഇന്നും കൊണ്ടുപോകുന്നു, കുടിക്കുന്നു. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്, മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ അവിടെയും ഇബ്രാഹിം അലൈഹിസ്സലാം പരാജയപ്പെട്ടില്ല. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു വരുന്നു. ആ സമയത്ത് കൂടെ നടക്കാനും ഓടാനും കളിക്കാനും പാകപ്പെട്ട പ്രായത്തിലാണ് സ്വന്തം കുഞ്ഞുള്ളത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ അതിനേക്കാൾ തീഷ്ണമായ പരീക്ഷ. ഇനി എന്തൊരു പരീക്ഷയാണ്! ഇബ്രാഹിമിന് അള്ളാഹിന് അത്രക്ക് ഇഷ്ടാണോ എങ്കിലൊന്നും അറിയണമല്ലോ, ഒന്ന് നോക്കണമല്ലോ. അള്ള ക്രൂരനൊന്നുമല്ല, ഒരു കുഞ്ഞിനെ അറക്കാനൊന്നും പടച്ചോൻ പറയില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതനുസരിക്കാനുള്ള ഈമാന്, കരുത്തുണ്ടോ ഇബ്രാഹിമിന്? അള്ള പിന്നെയും പരീക്ഷിച്ചു. ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നമുണ്ടായി. പ്രവാചകന്മാരുടെ സ്വപ്നം ഖിത്അത്തും മിനൽ വഹ്യ്, വഹ്യിന്റെ ഭാഗമാണ്, അത് വഹിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മകനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഫലമ്മാ ബലഗ മഅഹു സഅയ, ആ ഇസ്മായിൽ എന്ന അലൈഹിസ്സലാം എന്ന കുട്ടി അദ്ദേഹത്തോടൊപ്പം സഅയിന് പ്രായമായപ്പോൾ, ഓടാനും ചാടാനും കളിക്കാനും ഒക്കെയുള്ള ഒരു ബാലനായി മാറിയപ്പോൾ, കാല ഇബ്രാഹിം അലൈഹിസ്സലാം മോനോട് പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പാടെ പുന്നാര മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, മോനെ നിന്നെ അറുക്കുന്നതായി വാപ്പ സ്വപ്നം കണ്ടിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, അതുകൊണ്ട് എന്താണ് നിന്റെ അഭിപ്രായം? നോക്ക്, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞ കുടുംബം, ഇബ്രാഹിം അലൈഹിസ്സലാം എന്നൊരു പിതാവ്, കുടുംബത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുന്നിൽ 100% അനുസരണയുള്ള ഭാര്യ, ഉമ്മ, അള്ളാഹുവിന്റെ കൽപ്പനയെ 100% അനുസരിക്കുന്ന കുട്ടി. ആ കുട്ടിയെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. യാ അബത്തി, എന്റെ പൊന്നുപ്പ. ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്, മോനെ എന്താ നിന്റെ അഭിപ്രായം, നിന്നെ അറുക്കണമെന്ന് പടച്ചോൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. യാ അബത്തി, എന്റെ പൊന്നുപ്പ, ഇഫ് അൽ മാ തുഅ്മർ, പടച്ചോൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോളി എന്നാ ഒരു കുഞ്ഞ് പറഞ്ഞത്. അങ്ങനെ അറുക്കാൻ തയ്യാറാവുകയാണ്. അതിന് പോലും എന്റെ കുഞ്ഞിനേക്കാൾ എനിക്ക് വലുത് റബ്ബാണ് എന്ന് ആ പരീക്ഷയിൽ പോലും അതിൻ്റെ പ്രതീകാത്മകമായ ഒരു കർമ്മമാണ് നമ്മുടെ ഉദ്ഹിയ്യത്ത്. അപ്പോൾ പ്രാപ്തിയുള്ളവർ, നല്ല വിലപിടിപ്പുള്ള ഒരു ഐഫോണൊക്കെ വാങ്ങാൻ പ്രാപ്തിയുണ്ടോ? അവർക്ക് അറക്കണം, അവർക്കതിൽ ഭാഗവാക്കാവണം. ഐഫോൺ 60,000 70,000 ഒക്കെ പോക്കറ്റിലുണ്ട്, മക്കൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. 8,000 രൂപയുടെ ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാകും, വലിയ അപരാധമാകും. ഇത് കേട്ടിട്ട് ആർക്കും തോന്നണി പെട്ടെന്ന് ചേർന്നോളി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതിങ്ങനെ വായിക്കുമ്പോൾ ഖുറാനിൽ എങ്ങനെയാണ് പടച്ചോനെ, പിന്നെ മൃഗങ്ങളുടെ കാര്യമല്ല, അല്ല പിശാചുക്കളുടെ കാര്യം. പിശാചുക്കൾ കുട്ടികളെ കൊല്ലും, കഴുത്തറുക്കും. അത് മനുഷ്യ കോലത്തിലുള്ള പിശാചുക്കളാണ്. മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് മക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കൊക്കെ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ
ആ മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കൊല്ലുക? നീ വിഷം കൊടുത്ത് കൊല്ലുക എന്ന് പറയണേ, എന്നാലും വിഷം കൊടുത്ത് മാറി നിൽക്കായിരുന്നു. ആ രംഗം കാണണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവരെ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും നമ്മൾ കാണണ്ട. ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, അവർ ഭംഗിയായി ചെയ്തോളൂ. അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വെടിവെക്കാം, ബാക്കിൽ നിന്ന് കുത്താം, ആ മുഖം ഞാൻ കാണേണ്ടതില്ലല്ലോ. അതൊന്നുമല്ല. അല്ലാഹു തആല പറഞ്ഞത് മുഖത്ത് നോക്കി മകന്റെ കഴുത്തറുക്കണമെന്ന് പടച്ച റബ്ബ് പറഞ്ഞപ്പോ അതിനെപ്പോലെ ഫലമ്മാ അസ്ലമാ, അല്ലാഹു തആല പറഞ്ഞു രണ്ടുപേരും പൂർണ്ണമായി മുസ്ലിമായപ്പോൾ, അതാണ് ഇസ്ലാം. അവര് മുസ്ലിമാണെന്ന് തെളിയിച്ചു. മുസ്ലിമാണെന്ന് തെളിയിക്കല് മുസ്ലിം കുടുംബത്തില്, മുസ്ലിം മഹല്ലില്, മുസ്ലിം തറവാട്ടിൽ അംഗമാകലല്ല. പടച്ചോന്റെ കൽപ്പനയെ അനുസരിക്കാൻ റബ്ബേ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ് മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ. ഫലമ്മ അസ്ലമ, രണ്ടുപേരും മുസ്ലിമായപ്പോൾ. കണ്ട, ഇവിടെ നിസ്കരിച്ചോ? നോമ്പാണോ? ഒന്നുമല്ല. അള്ളാഹ് പറഞ്ഞതൊക്കെ അനുസരിക്കാൻ ഞാൻ റെഡിയാണ്, സന്നദ്ധനാണ് എന്ന് തെളിയിച്ചു. അതന്നെയാണ് ഇസ്ലാം. അതാണ് അല്ലാഹു തആല ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം, അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിമേ അസ്ലിം, നീ മുസ്ലിമാവുക. നമ്മൾ മുസ്ലിമായത് പോലെയല്ല. സമ്പൂർണമായി നിന്റെ ജീവിതം മുഴുവനും റഹ്മാനായ റബ്ബിന് വേണ്ടി, നിന്റെ നാഥന് വേണ്ടി സമർപ്പിക്കൂ ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അസ്ലംതു, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു റബ്ബേ ലിറബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച നാഥ നിനക്ക് മുന്നിൽ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു. അതാണ് മുസ്ലിം. അതാണ് ഇവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ എന്ന് പറഞ്ഞാൽ. അറുക്കാൻ വാപ്പയും അതിന് കിടന്നു കൊടുക്കാൻ മകനും ഒരുക്കമാണെന്ന് കണ്ടപ്പോ ഖദ് സദ്ദഖ്ത റുഅയ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീ വിജയിച്ചടാ. ഒന്ന് ആലോചിച്ച് നോക്ക്, വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടാകേണ്ട രംഗമാണത്. അതിൽ പോലും എല്ലാ പരീക്ഷയിലും 100% മാർക്ക് വാങ്ങിയ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിന് വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ, ഏറ്റവും നല്ല ദീൻ ഉൾക്കൊള്ളുന്നവൻ ആരാണ്? ഏറ്റവും ശരിയായ ദീൻ. ദീന് പലതുമുണ്ട്. ഏറ്റവും ശരിയായ ദീൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന് മുന്നിൽ സമർപ്പിച്ചവനേക്കാൾ നല്ല ദീന് സ്വീകരിച്ചവൻ ആരുണ്ട്? സ്വന്തത്തെ അള്ളാഹ്ക്ക് സമർപ്പിക്കലാണ്. നമ്മുടെ ഐഡിയ, നമ്മുടെ ചിന്ത എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുക. വഹുവ മുഹ്സിൻ, സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ തേട്ടത്തിനനുസരിച്ച് കർമ്മനിരതനാകണം, മുഹ്സിനായിരിക്കണം. എന്നിട്ടോ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിൻപറ്റുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നവനേക്കാൾ ശരിയായ ദീൻ സ്വീകരിച്ചവരാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ചെറിയ കാര്യമല്ല. ഇതാണ് ഹജ്ജ് പെരുന്നാളിൽ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ പറയാം. റഹ്മാനായ റബ്ബ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് മനസ്സിലാക്കാനും ആ മില്ലത്തിലൂടെ സഞ്ചരിക്കാനുമുള്ള ഈമാനും തൗഫീഖും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും, ഭൗതികമായ എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മുസ്ലിങ്ങളാകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.